നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ലണ്ടനിൽ നിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതൊരു എന്താ പറയുക ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എന്താ പറയുക ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക യോഗർട്ട് ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, സോസേജ് ഉണ്ടായിരുന്നു, ഹാം ഉണ്ടായിരുന്നു. ഇതിൽ മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ ഞാൻ കഴിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ കഴിക്കുന്നത് ആകെ ഈ യോഗർട്ടും പിന്നെ ഒരു ബ്രെഡും അങ്ങനെ കുറച്ച് സാധനങ്ങളെ ഞാൻ കഴിച്ചുള്ളൂ. ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിന് ശേഷം പിന്നെ ഞാൻ പോകുന്നത് തിരിച്ച് എന്താ പറയുക എഡിൻബറയിലോട്ട് തന്നെ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പോയിട്ടുള്ളത് ആദ്യം തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ ബോർഡ് ചെയ്തു. ഇതൊരു വന്ദേ ഭാരത് പോലത്തെ ഉള്ളൊരു ട്രെയിനായിരുന്നു. പക്ഷേ വരുന്ന വഴി നല്ല കിടിലൻ കാഴ്ചകളായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചകളും കൂടെ ഞാൻ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു വന്ദേ ഭാരത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. കണ്ടപ്പോൾ തന്നെ ഒരു കംപ്ലീറ്റ് ഒരു വന്ദേ ഭാരത് ഇത് തന്നെയായിരുന്നു. പിന്നെ നമുക്കൊരു 4-4.5 മണിക്കൂറിനെ കൊണ്ട് ലണ്ടനിൽ നിന്ന് എഡിൻബറ വരെ എത്താൻ പറ്റും. അപ്പോൾ അത് നല്ലതായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രിപ്പിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒത്തിരി ടണൽസും ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക നല്ല കിടിലം പോലത്തെ വ്യൂ ആയിരുന്നു. ഈ ഒരു ഏരിയ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെയാണ് തോന്നിയത്. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായത്. ബിക്കോസ് ആ ഒരു വ്യൂ ഒക്കെ കംപ്ലീറ്റ്ലി മാറി ഇവിടുത്തെ ഫീൽസും ഗ്രാമങ്ങളും വെള്ളവും പുഴയൊക്കെ ആയിട്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി അധികം എൻജോയ് ചെയ്തിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്, ട്രെയിനിലുള്ള ഈ ഒരു യാത്ര. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഫ്ലൈറ്റിലെ പോലെ തന്നെ അവർ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോക്ലേറ്റ്സും പിന്നെ ടീ, സാൻഡ്വിച്ച് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചായിരുന്നു ഇടയ്ക്കിൽ. എന്നിട്ട് അതൊക്കെ കഴിച്ചു. അതൊക്കെ നല്ലതായിരുന്നു. ബിക്കോസ് നമുക്ക് യൂഷ്വലി വന്ദേ ഭാരതിൽ ബുക്ക് ചെയ്താൽ മാത്രമല്ലേ കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ ബുക്ക് ചെയ്തില്ലെങ്കിലും കിട്ടും. സോ ആ ഒരു സെറ്റപ്പ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് 4-4.5 മണിക്കൂർ ഫോണൊക്കെ നോക്കി ഇരുന്നപ്പോഴത്തേക്കും നേരെ എഡിൻബറയിലെത്തി. പിന്നെ എഡിൻബറയിൽ നിന്ന് നേരെ പോയത് മക്കാനിയിലോട്ടാണ്. മക്കാനിയിൽ നിന്ന് ബിരിയാണിയും പിന്നെ പുട്ടും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മക്കാനി പോയി. അത്രയൊക്കെ ഉള്ളൂ.